ഇന്നത്തെ മുഖാമുഖ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖാമുഖ പരിപാടിയിൽ നമ്മുടെ അതിഥികളായിട്ട് ഇന്നെത്തിയിരിക്കുന്നത് കഴിഞ്ഞ 59ഓളം വർഷം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ കർത്താവിൻ്റെ പ്രേക്ഷിത വേലയിലായിരുന്ന ഒരു ശ്രേഷ്ഠ കുടുംബത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പാസ്റ്റർ ഡോക്ടർ PM മാത്യൂസും ഗ്രേസി മാത്യൂസും അവർ കഴിഞ്ഞ 16 വർഷത്തിലധികമായി ഇവിടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഭൂട്ടാൻ റീജിയനോടും ബന്ധപ്പെട്ട് അവരുടെ ആ നേതൃത്വത്തിൽ പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത യാത്രയിലൂടെ ഈ മുഖാമുഖ പരിപാടിയിൽ നമുക്ക് കടന്നു പോകാം. അതിലേക്ക് നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വളരെ വാത്സല്യത്തോടെ പപ്പ എന്നും മമ്മി എന്നുമാണ് ഈ വാത്സല്യ കുടുംബത്തെ വിളിക്കുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ വാത്സല്യ കുടുംബത്തോട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാനൊരു പിതാവിനെ പോലെ മാതാവിനെ പോലെ സ്നേഹിക്കുകയും എന്നെ ഒരു മകനെ പോലെ കരുതുകയും ചെയ്യുന്ന ഈ കുടുംബത്തെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വീണ്ടും പ്രസന്റ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരുടെ ജീവിതയാത്രയിലെ ചെറിയ വിവരണം നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരുടെ പറ്റി അവർ തന്നെ സംസാരിക്കും. ഓരോ കാര്യങ്ങൾ ഞാൻ ആ കാര്യങ്ങൾ ചോദിക്കുന്ന അവസരത്തിൽ അവരുടെ ജീവിതയാത്രയെ പറ്റി ഉള്ള വിവരണങ്ങൾ നമുക്ക് നൽകുന്നതായിരിക്കും. പപ്പയോടും മമ്മിയോടും ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജനനം എവിടെ, രണ്ടുപേരുടെയും ജനനം ഏത് സ്ഥലത്തായിരുന്നുവെന്നും അത് ഏത് വർഷമായിരുന്നു എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അതും, മാതാപിതാക്കളെ പറ്റിയും ആ കുടുംബ പശ്ചാത്തലത്തെ പറ്റിയും ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുന്നത് നന്നായിരിക്കും. എൻ്റെ ജനനം മല്ലപ്പള്ളി ആനിക്കാട് എന്ന സ്ഥലത്തായിരുന്നു. പിതാവിൻ്റെ പേര് PB മത്തായി എന്നായിരുന്നു. അമ്മയുടെ പേര് റേച്ചൽ മത്തായി. ആനിക്കാട്ട് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് പ്രിയ പപ്പ ജനിച്ചു വളർന്നത്. 1941 ഓഗസ്റ്റ് മാസത്തിലാണ് പപ്പ ജനിച്ചത്. ഇന്ന് 84 വയസ്സുണ്ട്. പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ശാരീരികമായി വളരെ ബലഹീനാവസ്ഥയിലായിരുന്നു, കിടക്കയിലായിരുന്നു. ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് അല്പാശ്വാസവും എഴുന്നേറ്റിരിക്കുവാനുള്ള ആരോഗ്യവും ദൈവം പ്രിയ പപ്പായ്ക്ക് കൊടുത്തു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പപ്പായ്ക്ക് അല്പമായ ഓർമ്മയുടെ കുറവുകൾ ഉള്ളത് കൊണ്ട് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ മിക്കതും ഗ്രേസി മമ്മി ആയിരിക്കും നമ്മോട് സംസാരിക്കുന്നത്. ഇനി മമ്മിയോടായിട്ട് മമ്മിയുടെ ജനനവും മമ്മിയുടെ മാതാപിതാക്കളുടെയും കുടുംബ പശ്ചാത്തലവും ദയവായിട്ട് പറയുക. കാനം എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ പിതാവ് TP എബ്രഹാം തെക്കേക്കര വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മ മറിയാമ്മ എബ്രഹാം എന്നാണ്. മാതാപിതാക്കൾ രണ്ടുപേരും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും ഞങ്ങൾക്കാർക്കെങ്കിലും രോഗമെന്ന് പറയുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും വന്നിരുന്നു. ചില സമയങ്ങളിൽ ഞങ്ങൾ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഞങ്ങൾക്കൊരു ചെറിയ പനി വരുമ്പോഴും പപ്പായും മമ്മി കരഞ്ഞു പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ പറയും, നമ്മുടെ കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറാനും നിങ്ങൾക്ക് പഠിക്കാൻ പോകുവാനും ഒക്കെയാണ് എന്ന് പറഞ്ഞു തരുമായിരുന്നു. പപ്പയുടെയും മമ്മിയുടെയും പ്രാഥമിക വിദ്യാഭ്യാസം ഏത് സ്ഥലത്തായിരുന്നു? കാനത്തിലായിരുന്നു. പപ്പയുടെ ആനിക്കാട് തന്നെയായിരുന്നു. ഓക്കെ. രണ്ടുപേരുടെയും രക്ഷാനിർണയം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തതിനെ പറ്റി 1-2 വാക്കുകളിൽ ദയവായിട്ടൊന്ന് പറയാമോ?
എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ കർത്താവിനെ സ്വീകരിച്ചതാണ്. എന്നാൽ വ്യക്തിപരമായിട്ട് 13-ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ പ്രതിഷ്ഠിച്ചു. വേദപഠന കാലഘട്ടം എവിടെയായിരുന്നു? അത് എവിടെയാണ് ബൈബിൾ പഠിച്ചത്? ഞാൻ മദ്രാസ് ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. ഓക്കെ, ഇനി മമ്മിയുടെ പ്രാഥമിക വിദ്യാഭ്യാസവും വേദപഠനത്തെ പറ്റിയും 1-2 വാക്കുകൾ പറയാമോ? 1 മിനിറ്റ്. കാനം പ്രൈമറി സ്കൂളിലാണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം നടന്നത്. പത്തനാട്ടാണ് 10 വരെ പഠിച്ചത്. അതിനുശേഷം എൻ്റെ 15-ാമത്തെ വയസ്സിൽ 100-ാമത്തെ കവലയിൽ വെച്ചാണ് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായത്. ഞാനൊരു കൺവെൻഷനിൽ പോയി കൺവെൻഷൻ പ്രസംഗം കേൾക്കാനിരുന്നപ്പോൾ ആ ഉപദേശി ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ? അപ്പം ഞാൻ ഓർത്തു, ആത്മാവ് എന്നതാ? രണ്ടാമത് ചോദിച്ചു, ഇന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തയ്യാറായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടും എനിക്ക് അറിയാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഈ ശബ്ദത്തിങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വളരെ തടപ്പ് ചെയ്യുവാൻ തുടങ്ങി. 3 മണിക്കൂർ പ്രസംഗിച്ച ഉപദേശിയുടെ പ്രസംഗം മുഴുവൻ കേട്ടതിന് ശേഷം കൺവെൻഷൻ എല്ലാം തീർന്നപ്പം ഒരു ഓട്ടത്തിന് ഞാൻ പുൾപിറ്റിൽ ചെന്ന്, അപ്പോൾ ഉപദേശി ചോദിച്ചു, മോളെ നീ എന്തിനാണ് ഈ പുൾപിറ്റിൽ ഓടി വന്നത്? ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്കും സ്വർഗത്തിൽ പോകണം, എന്നെ സ്വർഗത്തിൽ പോകാൻ ഉള്ള വഴി എനിക്ക് പറഞ്ഞു തരണമെന്ന്. മോളെ നീ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പാപമൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്നതാ പശ്ചാത്തപിക്കുന്നതെന്ന്. ഉടനെ പറഞ്ഞു, മോളെ നീ പപ്പ മമ്മി പറഞ്ഞത് കേൾക്കാത്തതും പാപമാണ്, അതുകൊണ്ട് പശ്ചാത്തപിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ശരിയാണ്, എൻ്റെ പപ്പ മമ്മി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് മുട്ടുകുത്തി. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിച്ചതാണ്. ഞാൻ ആരും പോയിട്ടില്ലാത്ത സ്ഥലത്ത് പോയി ദൈവവേല ചെയ്യും, അതുപോലെ തന്നെ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരും. അത് അവിടെ വെച്ച് ഞാനത് എൻ്റെ പ്രതിഷ്ഠയിൽ പ്രതിഷ്ഠിച്ച് ഞാൻ എൻ്റെ ലൈഫ് മുഴുവനായി ദൈവത്തിന് കൊടുത്തതാണ് അവിടെ. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം പിതാവും മാതാവും പറഞ്ഞു കോളേജിൽ പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പോവുകയില്ല, എന്നെ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വിടണം, ഞാൻ ബൈബിളെ പഠിക്കത്തുള്ളൂ, ഞാൻ ദൈവവേലയ്ക്ക് പോകുമെന്നുള്ളത്. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രയാസമായിരുന്നു. പലരും വന്നു, എൻ്റെ ചേട്ടത്തി ആങ്ങളെയും വന്നു പറഞ്ഞു, മോളെ നീ കൊച്ചാണ്, നിനക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, അന്യ നാട്ടിൽ പോയി കഴിയുമ്പോൾ വളരെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച ദൈവം എവിടെയെങ്കിലും എന്നെ ചെറുതാക്കിയെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചു വരികയില്ല. ഇല്ല, നിങ്ങളുടെയൊക്കെ ഒപ്പം നിൽക്കാൻ എനിക്ക് ദൈവം ശക്തി തന്നാലേ ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വന്ന് കാണും, എന്നെ ദൈവവേലയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. അവിടെ അത്രയും വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഇനി ആരും ഒന്നും പറയണ്ട, ഞാൻ അവളെ ബൈബിൾ സ്കൂളിൽ വിടും എന്ന് പറഞ്ഞ് പിതാവ് എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുവിട്ടതാണ്. അങ്ങനെ മമ്മിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കാനത്ത് നടത്തുന്നതിനും അതിനുശേഷം മദ്രാസിൽ ഉള്ള ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിനും രണ്ടുപേർക്കും അതേ സ്ഥാപനത്തിൽ ഒരേ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനുള്ള അവസരം ദൈവം കൊടുത്തു. നിങ്ങളുടെ വിവാഹം ഏത് വർഷമായിരുന്നു? 70-ലായിരുന്നു വിവാഹം. ഏകദേശം ഇപ്പോൾ മെയ് 14-ാം തീയതി. 70-ൽ
55 വർഷം വിവാഹിതരായിട്ട് ഇപ്പോൾ 55 വർഷമായി. ഈ 55 വർഷവും ദൈവം വളരെ ജയോത്സവമായി ഈ വാത്സല്യ കുടുംബത്തെ ദൈവം നടത്തി. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രമാത്രമാണെന്ന് നമുക്ക് പറഞ്ഞാൽ തീരുകയില്ല. ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ നിങ്ങൾ ഏകദേശം 58 വർഷത്തിലധികമായിട്ട് വിവാഹത്തിന് മുമ്പ് തന്നെ പപ്പ ഈ ദേശത്ത് വന്നു എന്നാണ് എൻ്റെ അറിവ്, അല്ലേ? 58 വർഷമായി പപ്പ ഈ ദേശത്ത് വന്നിട്ട്. പപ്പയോടായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത്, എങ്ങനെയാണ് പപ്പ ഈ ദേശത്ത്, അന്ന് ഇവിടെ വാഹന സൗകര്യങ്ങൾ ഒട്ടുമേ ഇല്ലായിരുന്നു, അതുപോലെ തന്നെ വഴി നടക്കുവാൻ പോലും വേണ്ട വിധത്തിൽ വഴി സൗകര്യങ്ങളില്ലായിരുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, കുടിക്കുവാൻ ആവശ്യമായ വെള്ളത്തിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു, പാർക്കുവാൻ ആവശ്യമായ നല്ല പാർപ്പിടങ്ങളില്ലായിരുന്നു. അങ്ങനെയുള്ള പ്രത്യേക അവസരത്തിൽ ഓർക്കണം, ഞങ്ങളുടെ പ്രേക്ഷകർ പ്രത്യേകം ഓർക്കണം, ഈ 58 വർഷം മുൻപ് ഒരു സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ പപ്പ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സഹിച്ച ത്യാഗം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പപ്പയോടായിട്ടുള്ളതായി എൻ്റെ അടുത്ത ചോദ്യം, പപ്പയെ ഇവിടെ എത്തിക്കുവാനുണ്ടായ ആ പ്രത്യേക സാഹചര്യം, അല്ലെ എങ്ങനെ ഈ പപ്പ ഈ ദേശം തിരഞ്ഞെടുത്തു എന്ന് ദയവായിട്ട് ചില വാക്കുകളിൽ പറയുന്നത് നന്നായിരിക്കും. എൻ്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഭൂട്ടാൻ ബോർഡറിൽ ഒരു മിനിസ്ട്രി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആ മിനിസ്ട്രിക്ക് ആദ്യമായിട്ട് വർക്കിന് എടുക്കുന്നത് നിങ്ങളെ തന്നെയാണ്. വർക്കിന് ഭൂട്ടാൻ ബോർഡറിൽ പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകാം ഭൂട്ടാൻ ബോർഡറിലെ വർക്കിന് വേണ്ടി. അങ്ങനെ ഭൂട്ടാൻ ബോർഡറിലെ വർക്കിന് വരുന്നതിന് ഒരു വഴി ദൈവം തുറന്നതാണ്. പപ്പ ഏത് വർഷമായിരുന്നു ഇവിടെ വന്ന? ഇപ്പൊ 58 വർഷമായി ഇവിടെ. 69 പപ്പ ഇവിടെ പ്രവർത്തനവുമായിട്ട് വന്നു. അതിനുശേഷമാണ് വിവാഹം നടന്നതും. പിന്നെ മമ്മിക്ക് പപ്പയോടുകൂടെ ഇവിടെ വിവാഹത്തിന് ശേഷം വരുന്ന കാര്യത്തിൽ മമ്മി ഒരു നല്ല കുടുംബ പശ്ചാത്തലമുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളരപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെ അതെല്ലാം ഉപേക്ഷിച്ച് പപ്പയോടൊപ്പം ഈ ദേശത്ത് വരുവാൻ അങ്ങനെ സന്മനസ്സുണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഒരു വാക്കിലൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ നോർത്ത് ഇന്ത്യയിൽ എവിടെയും പോകാൻ റെഡിയായി സമർപ്പിച്ചതാണ്. അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ലായിരുന്നു. വിവാഹം നടത്തണമെന്ന് പറഞ്ഞപ്പം ഞാൻ മൂന്നാമത്തേതായിരുന്നു. എൻ്റെ കല്യാണമാണ് ആദ്യം നടത്തിയത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സന്തോഷത്തോടെയാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ഇവിടെ വന്ന് കഷ്ടത അനുഭവിച്ചെങ്കിലും എനിക്ക് കഷ്ടതയിൽ ഒരു പ്രയാസമായി ഒരിക്കലും തോന്നിയിട്ടില്ല. കുടിവെള്ളം ഞങ്ങൾ 7 പ്രാവശ്യം ഊറ്റി അരിച്ചാണ് കുടിച്ചത്. നദിയിലെ വെള്ളം, അഴുക്കുവെള്ളം കൊണ്ടുവന്ന് തിളപ്പിച്ച് തോർത്തി 7 പ്രാവശ്യം ഊറ്റിയാണ് ആ വെള്ളം കുടിച്ചത്. കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരിത് തോന്നും, എങ്കിലും കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ വെള്ളം ആണ് കുടിച്ചുകൊണ്ടിരുന്നത്. അത്രയും കഷ്ടതകൾ സഹിച്ചാണ് കഴിഞ്ഞ 58 വർഷവും ഈ കുടുംബം ഇവിടെ പാർക്കുന്ന. ഇന്നിപ്പോൾ ഒത്തിരി സൗകര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് മടങ്ങി വരാം, നമുക്ക് അവസാനം എത്താം. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ബദ്ധപ്പാടുകളും ഇത്രയും കഷ്ടവും അനുഭവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട ഈ കുടുംബത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകയില്ലല്ലോ. ദൈവം പിന്നെയും ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. മക്കളെ പറ്റി 1-2 വാക്കുകളിൽ പറഞ്ഞാൽ നന്നായിരിക്കും. എന്നാൽ അപ്പോൾ തന്നെ ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ജനനം കൊണ്ട് മക്കളായിട്ടുള്ളവർ 3 പേരാണെന്ന് എനിക്കറിയാം. എന്നാൽ 3 അല്ല 300 ഈ കുടുംബത്തിൽ ഈ പപ്പായ്ക്കും അമ്മയ്ക്കും കുഞ്ഞുങ്ങളായിട്ടുള്ളത്.
അതുകൊണ്ട് ജനിച്ച നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ പറ്റി മറ്റേ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ജനിച്ച കുഞ്ഞുങ്ങളെ പറ്റി അവരുടെ പേരുകളും ദയവായിട്ട് പറയാൻ അപേക്ഷിക്കുന്നു. ആദ്യം ജനിച്ചത് ബ്ലസ്സിയാണ്. 72 ജനിച്ചതാണ് ബ്ലസ്സി. നാട്ടിലാണ് ജനിച്ചത്. 8-ാം മാസത്തിൽ ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോയതാണ്. ഇവിടെ നമുക്ക് ഒരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു, ആരും നോക്കാനും എടുക്കാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് നാട്ടിലെത്തി അവിടെ ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 3 മാസം അവളായപ്പം നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചിവിടെ വന്നു. 3 മാസമായപ്പം തൊട്ട് ഞങ്ങളിവിടെ വീണ്ടും വേലയിലേക്ക് പോവുകയും എടുക്കുകയും കുഞ്ഞുമായിട്ടും ഈ ഫീൽഡുകളിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ബോബി ജനിച്ചു. ബോബിയുടെ സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇവള് കുഞ്ഞാണ്, എങ്കിലും ദൈവം തന്ന ദാനമാണ്. നമ്മളേതും സഹിക്കാൻ റെഡിയായി ഇറങ്ങിയതാണ്. അങ്ങനെ 7 മാസമായപ്പം ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോയേ ഒക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ 7 മാസമായപ്പം നാട്ടിൽ പോയി. 73 നവംബർ ജനിച്ചതാണ് ബോബി. ബോബിയുടെ ജനന സമയത്ത് ഒത്തിരി കഷ്ടങ്ങളുണ്ടായിരുന്നു. എങ്കിലും ജനിച്ചു കഴിഞ്ഞപ്പോഴും അവൻ ജീവിക്കയില്ലെന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും എനിക്ക് നല്ല ധൈര്യമായിരുന്നു. ദൈവം ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഈ കുഞ്ഞിനെയും എനിക്ക് തരും എന്നുള്ളത് വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞും കുറേ നാളുകൾ അവന് ശരീരസുഖവും ഇല്ലായിരുന്നു. അങ്ങനെ വളരെ പ്രയാസം. ഇവിടെ ഹോസ്പിറ്റലില്ല, ഡോക്ടർമാരില്ല. പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. ഒന്നും സാധിക്കാതെ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രെയിൻ കയറി, അതോ അന്നത്തെ ട്രെയിൻ യാത്ര ഒരിടത്തും കയറി കൽക്കട്ടയിൽ ഇറങ്ങണം, കൽക്കട്ടയിൽ നിന്ന് പിന്നെ കയറി മദ്രാസിൽ ഇറങ്ങണം, മദ്രാസിൽ നിന്ന് കയറി പിന്നെ കേരളത്തിൽ ചെല്ലണം. ഇങ്ങനെയുള്ള യാത്രയാണ്. അങ്ങനെ കഷ്ടം സഹിച്ച് ഞാൻ പോകുന്ന വഴി തന്നെ കങ്ങഴ ആശുപത്രി കയറി അഡ്മിഷൻ എല്ലാം എടുത്ത് കട്ടിലും എല്ലാം പിടിച്ചേച്ച് ഡോക്ടർമാരോട് പറയാം എനിക്കൊരു 2 മണിക്കൂർ സമയം തരണം, വീട്ടിലൊന്ന് പോയേച്ച് വരട്ടെ, ഞാൻ ഭൂട്ടാനിൽ നിന്ന് വരുന്ന വരവാന്ന് പറയാം. അവർ പറയും അയ്യോ ഇങ്ങനൊരു തള്ളയെ കണ്ടില്ലേ, ഭൂട്ടാനിൽ നിന്ന് വരിക എന്ന് പറയും. അവർ പൊക്കോളാൻ പറയും. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കുളിച്ച് നനച്ച ആഹാരമെല്ലാം കഴിച്ച് പിന്നെ കൊച്ചിനെ കൊണ്ട് ആശുപത്രി വന്ന് താമസിക്കും. എൻ്റെ അച്ചായൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് 2 നേരം വരും ആശുപത്രിയിൽ. അങ്ങനെ ആശുപത്രി പല ദിവസങ്ങൾ കിടന്ന് ചികിത്സയെല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വരും. അങ്ങനെ പല പ്രാവശ്യങ്ങൾ ഞാൻ പോയി. ആ സമയത്തെല്ലാം ദൈവമാണ് കൂടെ ഇരുന്നത്. എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പ്രയാസങ്ങളുണ്ട്, എങ്ങനെയോ വഴി കയറി ഇറങ്ങിപ്പോകും. ആ സമയത്തൊക്കെ നല്ല ധൈര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അങ്ങ് പോകുമായിരുന്നു. 3-ാമൻ 79 ജനിച്ചത്. അവൻ ജനിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ 3 ദിവസം ഞാൻ കഷ്ടത അനുഭവിച്ചു. എന്ത് ചെയ്താൽ കുഞ്ഞ് ജനിക്കുമെന്ന് പറയുന്നു, ജനിക്കുന്നില്ല. ഡോക്ടർമാർ വിഷമിച്ചു. ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസമായി കിടന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു ശകലം പോലും വേദന സഹിക്കാൻ മേലാത്ത അവസ്ഥകൾ. എന്നാൽ നമുക്കാരും ഇല്ലായിരുന്നെന്ന് വരികയിൽ ഞാൻ എപ്പോഴും ഓർക്കും. ഹിന്ദുക്കളായ സിസ്റ്റർമാര്, ഡോക്ടർമാര് നമുക്ക് സ്വന്തം സഹോദരങ്ങൾ പോലെ അവർ നമുക്ക് വേണ്ടി അന്ന് ചെയ്യും. ഞാൻ ഈ എയർഫോഴ്സ് ഹോസ്പിറ്റലിലായിരുന്നു പോകുന്നത്. അവിടുത്തെ ഡോക്ടർമാരും
ഒരു ഡോക്ടർ എനിക്ക് അഡ്മിഷൻ വരെ മേടിച്ചത് എൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞ് ഓടിപ്പോയാണ്. നമ്മളെ 2 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയില്ല. അതിന് ആ ഡോക്ടർ പോയി കമാൻഡറോട് പറഞ്ഞു, എൻ്റെ സ്വന്തം പെങ്ങളാണ്, എൻ്റെ പെങ്ങളെ എനിക്ക് രക്ഷിച്ചേ ഒക്കുള്ളൂ, അവർക്ക് സുഖമില്ല. അതിനെന്നാ നീ എഴുതി ബുക്ക് കൊണ്ടുപോവാ, ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പേപ്പർ സൈൻ ചെയ്ത് കൊണ്ടുവന്ന് എന്നെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ പല രീതിയിൽ ദൈവം കൂടെ നിന്ന് സഹായിച്ചു. ആ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇന്നും ഭയം തോന്നും. ആ സമയങ്ങളിൽ നമുക്ക് കൂടെ ആരുമില്ല, നമ്മുടെ കൂടെ ഒന്ന് പോരാൻ. പപ്പായ്ക്ക് പോരാൻ പറ്റുകയില്ല, 2 പിള്ളേർ വീട്ടിലുണ്ട്. പപ്പ അവിടെ അറ്റം വന്നാലും നിൽക്കാൻ നേരമില്ല, ഓടി തിരിച്ചു പോകുന്നേ ഒക്കുള്ളൂ. അങ്ങനെ ഒരു സമയങ്ങളായിരുന്നു. ഇവിടെ മമ്മി എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ എല്ലാവരും കേട്ടു. 3 പേരുടെയും 3 കുഞ്ഞുങ്ങളുടെയും ജനനത്തെ പറ്റിയും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ മമ്മി പറഞ്ഞ ആ മിലിറ്ററി എയർഫോഴ്സ് ഹോസ്പിറ്റൽ, ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്ററിൽ അകലെയാണ്. അടുത്തൊന്നും ഒരു ഡോക്ടർമാരെയോ മറ്റൊന്നുമില്ല. ആ എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ തന്നെ മമ്മി പറഞ്ഞതുപോലെ ഒരു അഡ്മിഷൻ കിട്ടാൻ തന്നെ പ്രയാസമാണ്. പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ എത്താൻ ഒക്കൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതെല്ലാം സഹിച്ച് ഈ ദീർഘവർഷങ്ങൾ ഇവിടെ നിൽക്കുവാൻ ഇവരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. മറ്റ് 1-2 ആയിരക്കണക്കിന് ഓർമ്മകൾ നിങ്ങളുടെ 2 പേരുടെയും മനസ്സിൽ കാണും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി അനുഭവങ്ങളുടെ ഉടമകളാണ്. ആയിരക്കണക്കിന് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ കഴിയും. എന്നാൽ 1-2 ഏതെങ്കിലും അനുഭവങ്ങൾ ചുരുക്കം വാചകങ്ങളിൽ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് പ്രയോജനമായിരിക്കും. ഒരു മനുഷ്യന് കോട് ബീമാറായിരുന്നു. ആ കോട് ബീമാർ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗത്തിൻ്റെ ഒരു ഇതാണ്. അതേ ശരീരത്തെല്ലാം ഇങ്ങനെ മുഴ പോലെ വന്ന് അത് പൊട്ടുകയാണ്. പൊട്ടുമ്പോൾ ഭയങ്കര നാറ്റമാണ്. ആ സ്ഥലങ്ങളിലെല്ലാം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങി, ഇവനെ ജീവനോടെ കുഴിച്ചു മൂടി തീ കത്തിക്കുമെന്ന്. ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം അവൻ്റെ ഭാര്യ ഓർത്തു, കർത്താവേ, ഇവനെ ജീവനോടെ കുഴിച്ചു മൂടി തീ കത്തിക്കുന്നത് എനിക്ക് കാണാനുള്ള കഴിവില്ല. അവരന്ന് വിശ്വാസിയായില്ല, എങ്കിലും ആ സ്ത്രീ അന്ന് അങ്ങനെ വിചാരിച്ച് അവർ പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാം, നിന്നെ ഞാൻ എടുത്തോണ്ട് പോയി ഭൂട്ടാന്റെ അതിർത്തിയിൽ കൊണ്ട് ഒരു കല്ലേ വെക്കാം, ആരേലും നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് രാത്രിയായപ്പം ഈ സ്ത്രീ ഇവനെ പിള്ളേരെ കെട്ടിയെടുക്കുന്നത് പോലെ പുറത്ത് കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഈ ഭൂട്ടാന്റെ ലോവർ മാർക്കറ്റ് സൈഡിൽ വെച്ചു. ആ സമയത്താണ് ഇവൻ്റെ അമ്മയും സഹോദരിയും ഭൂട്ടാനിൽ ലേബേഴ്സായി ജോലി ചെയ്യുമായിരുന്നു. അമ്മ വളരെ വൃത്തിയായി കഴിഞ്ഞപ്പം ലേബേഴ്സായിട്ട് അവർക്ക് വേണ്ട, അവർ കൊണ്ടുവന്ന് ഇന്ത്യൻ സൈഡിൽ എവിടെയെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞ് ഇറക്കി വിടും. അങ്ങനെ ഈ തള്ള പല ദിവസങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കരയുകയും പറയുകയും ചെയ്യുമായിരുന്നു. അവരുടെ ഭർത്താവിനെ കാണാതെ പോയി. മൂത്ത മോൻ ആദ്യം പോയി, രണ്ടാമത്തെ മോൻ പിന്നെ പോയി. 3 പേരും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അമ്മയ്ക്കിപ്പോൾ ജോലി ചെയ്യാൻ മേല. ഈ മോളൊക്കെ അന്ന് 14 വയസ്സേ ഉള്ളൂ. ആ സമയങ്ങളിൽ ഞങ്ങൾ അവരോട് പറയുമായിരുന്നു, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടും, അപ്പനെ കിട്ടും, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിയില്ല. അന്നേരം അവർ പറഞ്ഞു, 5 വയസ്സാകുന്നതിന് മുമ്പ് തൊട്ട് കള്ളു കുടിക്കാൻ തുടങ്ങി, ബീഡി വലിക്കാൻ തുടങ്ങി. ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ ബീഡിയും കള്ളും എങ്ങനെ വിടും? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവാത്മാവാണ് പ്രവർത്തിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം വിടാൻ സാധിക്കുമെന്ന്.
ആ തള്ളെ അത് വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഞാൻ വിശ്വസിക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിര്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ അന്നത്തെ ആഹാരം എല്ലാവർക്കും കൊടുക്കും, നമ്മുടെ കട്ടിലേ കയറി കിടക്കും. എന്നിട്ടാണ് അവർ രാത്രിയാകാറാകുമ്പോൾ പോകും. അങ്ങനെ പല ദിവസങ്ങളും വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ സംഭവം അവരുടെ വീടിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഈ കല്ലെ കൊണ്ടുവന്ന് വെച്ചത്. അവർ വെളുപ്പിനെ പാത്രങ്ങൾ തേക്കാൻ നദിയിൽ ചെന്നപ്പം ഒരു മനുഷ്യൻ ഇരിക്കുന്നു, കമ്മലൊക്കെ പുതച്ച്. തള്ളയും മോളും കൂടി ഓടിപ്പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ തള്ള പറഞ്ഞു, അയ്യോ ഇതെൻ്റെ മൂത്ത മകനാണ് എന്ന് പറഞ്ഞ് തള്ളയും മോളും കൂടെ കോരിയെടുത്ത് അവരുടെ ചെറിയ കുടിലുണ്ടാക്കി അതിലാണ് താമസിക്കുന്നത്, അതിൽ കൊണ്ട കിടത്തി. അവന് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവർ ഓടി ഞങ്ങളുടെ വീട്ടിൽ വന്നു. മൂത്ത മോനെ കിട്ടി, ഇപ്പം വരണം, ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ചെല്ലണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വരികയാണ്, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വരികയാണെന്നോ. ഞങ്ങളും ഇതുപോലെ അവരുടെ പുറകെ കൂടെ പോയി. ചെല്ലുമ്പം നാറ്റം നമുക്ക് സഹിക്ക വയ്യ. ചെന്നിച്ചിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഇവിടുന്ന് പോയപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, ഈ മൂങ്കാറിലൊരു ഡോക്ടറുണ്ട്, നമ്മുടെ മലയാളിയാ, ആ ഡോക്ടറുടെ ഫോൺ നമ്പറുണ്ട്, പോയി കണ്ടേച്ച് വന്നിട്ട് ഡോക്ടറെ നമുക്ക് വിളിക്കണം. ആ ഡോക്ടറുടെ അവിടെ വിട്ടാൽ അവൻ രക്ഷപ്പെടും. പോയി കണ്ട് പ്രാർത്ഥിച്ചേച്ച് തിരിച്ചു വരുമ്പം ഡോക്ടർ മുന്നേ വഴി നിൽക്കുന്നു, ഭൂട്ടാനിനകത്തെ രാസ്തയിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ദൈവം എത്ര നല്ലവനാണ്, ഈ ഡോക്ടറെ നമ്മുടെ മുന്നേ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഡോക്ടറോട് ഈ വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, വളരെ സന്തോഷം, ഞാൻ കൊണ്ടുപോവാ, ഇന്നിപ്പം ഞാൻ തിമ്പൂവിന് പോവുക, നാളെ ഞാൻ വരും, വന്നിട്ട് ഞാൻ വിളിക്കാം, നിങ്ങളും വരണം, അന്നേരം പോയി എടുത്തോണ്ട് പോക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പറയായിരുന്നു, ദൈവം എത്ര നല്ലവനാണ്, ദൈവം ആ ഡോക്ടറെ നമുക്ക് മുന്നേ കൊണ്ടുവന്ന് തന്നു. പിറ്റേ ദിവസം 11 മണിയായപ്പം ഫോൺ വിളിച്ചു. ഞങ്ങൾ ചെന്നു. അപ്പം പറഞ്ഞു, വണ്ടിയേൽ നിങ്ങൾ കയറി ഡ്രൈവറേയും കൂട്ടി പോയിട്ട് സീറ്റിൽ എടുത്തു വെച്ച് കൊണ്ടുപോരെ, ഞാൻ ഇച്ചിരി സാധനങ്ങൾ മേടിച്ചിട്ട് വണ്ടിയെ കയറി അങ്ങ് പോക്കോളാം എന്ന് പറഞ്ഞ ഡോക്ടർ കുഞ്ചിലിങ്ങിൽ ഇറങ്ങി. ഞങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പം അമ്മയുടെ രണ്ടാമത്തെ മോനാണ് ഡ്രൈവർ. അമ്മ എല്ലാരെയും തിരിച്ചറിഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ആ ഭവനത്തില് അവർക്ക് സന്തോഷം കൊടുത്തു. അനിയനായിരുന്നുകൊണ്ട് ഒരു വിഷമം വന്നില്ല. അവൻ കുഷ്ഠരോഗി ആയിരുന്നേലും പെട്ടെന്ന് അവനെ എടുത്ത് വണ്ടിയെ കയറ്റി വെച്ച് അനിയൻ കൊണ്ടുപോയി. ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 9 മാസം കൊണ്ട് അവൻ നല്ലവണ്ണം സൗഖ്യമായി. അപ്പൊ ഡോക്ടർ അവനോട് പറഞ്ഞു, നീ ഒരു 3 മാസം കൂടി ഇവിടെ താമസിക്കണം, നിന്റെ ഉള്ളിലുള്ള എല്ലാ ബീജങ്ങളും നഷ്ടപ്പെടുത്തിട്ട് നീ പോയാ മതി, അല്ലെങ്കിൽ അറിയാനൊക്കുകയില്ല ഇത് പിന്നീട് വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളത്. അവന് ഇത് കരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെയും ദാവി വന്ന് ഗാവുകാരെ ഒന്ന് കാണിക്കണമെന്നുള്ളതാണ് അവന്റെ ഹൃദയത്തിന്റെ ആ തെടുപ്പ്. ഡോക്ടറോടും അനിയനോടും പറയാതെ ഒരു രാത്രിയിൽ ഇവന് ഇറങ്ങി ട്രക്ക് വഴി കയറി നമ്മുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ആരോടും പറയാതെ പോകുന്നതാണ്, 3 മാസം കൂടെ താമസിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നാ പറയാൻ, അറിയിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഫോൺ വിളിച്ച് ഡോക്ടറോട് പറഞ്ഞു, അവൻ ഇവിടെ എത്തി. ഡോക്ടർ പറഞ്ഞു, സാരമില്ല, അവൻ്റെ രോഗം മാറി. അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അവൻ പറഞ്ഞു, പപ്പ മമ്മി ഞാൻ പോയി എൻ്റെ വൈഫിനെയും കൊച്ചിനെയും കൂടെ കൊണ്ടുവരാം, പ്രാർത്ഥനയിലിരിക്കാം.
ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ മോള് സംസാരിക്കുന്ന കൊച്ചല്ല, ആ കൊച്ചു സംസാരിക്കും. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവൾ സംസാരിക്കും. ഞാൻ പോയിച്ചു വരാം. ശരി, നീ പോന്ന് പറഞ്ഞു. അവൻ പോയി. അവിടെ അമ്മയും കൊച്ചിനെയും കൂട്ടി വൈകിയപ്പോഴത്തേനും തിരിച്ചു വന്നു. സന്ധിക്കത്തെ പ്രാർത്ഥനയിലിരുന്നു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പം ഈ കൊച്ചു സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇവൻ വീട്ടിൽ ചെന്ന് ഇവന്റെ ഭാര്യ അവരുടെ ഞങ്ങൾ പറഞ്ഞില്ല അവരോട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പടങ്ങളും മൂർത്തിയും എല്ലാം പൊട്ടിച്ച് കളയണമെന്ന്. അവൾ അങ്ങോട്ട് പിറ്റേ ദിവസം എല്ലാം ഇറക്കിയിട്ട് ഒരു വലിയ ഒരു തടി കഷ്ണം എടുത്തിട്ട് അങ്ങ് അടിയാ. നിന്നെയൊക്കെ ഞാൻ എത്ര ആരാധിച്ചു, ഇത്രയും നാൾ ഞാൻ ആരാധിച്ചു, ഇത്രയും കർച്ച ഞാൻ ചെയ്തിട്ട് ഒരു നന്മയെ എനിക്ക് നിങ്ങൾ ചെയ്തില്ലെന്നും പറഞ്ഞ് അങ്ങ് അടിയാണ്. അയൽവക്കക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ട് ഇവക്ക് ഭ്രാന്തളകി എന്നും പറഞ്ഞ് ഓടി വന്നു. ഇവളെ വഴക്ക് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കേ, എൻ്റെ മോക്ക് സുഖമായി, എൻ്റെ ഭർത്താവിന് സുഖമായി, ദൈവം ജീവിക്കുന്നവനായിട്ടുള്ളത് കൊണ്ടല്ലേ ചെയ്യുന്നത്. ഇത് മൂർത്തിയാണ്, ഇത് ഒന്നും ചെയ്തു തന്നില്ല. ഇത്രയും കാലത്തെ ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇതൊന്നും ചെയ്തു തന്നില്ല. അത് പറഞ്ഞപ്പം അവന്മാർക്ക് ദേഷ്യം വന്നിട്ട് സ്ത്രീക്കിട്ട് അടിക്കാൻ മേലാഞ്ഞിട്ട് ജേക്കബിനിട്ട് 2 അടി അടിച്ചു. അടിച്ച് വെച്ച് അവന്മാരങ്ങ് പോയി. ഇനി ഞങ്ങളാരും നിന്റെ വീട്ടിൽ കയറത്തുമില്ല, നിന്റെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി ചായ വെള്ളം കുടിക്കത്തും ഇല്ലെന്നും പറഞ്ഞ് അങ്ങ് പോയി. അവനും ഒന്നും മിണ്ടിയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പം അവൻ്റെ അടുത്ത അയൽവക്കക്കാരൻ ഇവനോട് വന്ന് പറഞ്ഞു, പെട്ടെന്ന് എന്ന് പാസ്റ്ററെ വിളിച്ചോണ്ട് വാ. അവൻ ചോദിച്ചു, എന്നാത്തിനാ? എൻ്റെ മോള് ഭ്രാന്തിയാണ്, അവളെ വേണ്ടി പ്രാർത്ഥിക്കാൻ, അവള് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനിപ്പം സന്ധ്യാകാറായപ്പോൾ പോകത്തില്ല, നാളെ ഞാൻ വിളിക്കാം. പിന്നെ ഭ്രാന്തിയെ അവിടെ കൊണ്ടുപോയാലേ ഒക്കെ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഇരുന്ന് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാത്തടത്ത് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതായാലും അവന്മാരെല്ലാം കൂടി പിടിച്ച് ഇവളെ മരത്തിൻ്റെ മണ്ടയിലായിരിക്കുന്നു. ഫോറസ്റ്റിൽ പോയി. ഫോറസ്റ്റിൽ നിന്ന് മരത്തിൽ നിന്ന് ഇറക്കി ആ പെണ്ണിനെ പിടിച്ചോണ്ട് ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് 15 ദിവസം 15 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ 7 ഭൂതങ്ങൾ അവിടെ ശരീരത്തൊന്ന് പുറപ്പെട്ടു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്, പ്രതികൂലങ്ങൾ നേരിട്ടിട്ടുണ്ട്, ശാരീരികമായി തന്നെ പീഡകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ, ആ സന്ദർഭങ്ങളിലൊക്കെ തിരിച്ച് നാട്ടിൽ പോയാൽ ഏറ്റവും നല്ലതായിരിക്കും, നാട്ടിൽ പോകുന്നതല്ലേ നല്ലത്, ഇവിടെ കിടന്ന് ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അഭിമുഖീകരിക്കേണ്ടല്ലോ, നാട്ടിൽ എത്രയോ നല്ല അവസ്ഥകളുണ്ട്, അതുകൊണ്ട് നാട്ടിൽ പോയാൽ കൊള്ളാമെന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടോ? ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സമയങ്ങളിൽ ലാസ്റ്റിലെ ഓർത്തു, പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും? വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞെഴുതുക, മറ്റേ വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞെഴുതുക, നിങ്ങളൊക്കെ പഠിച്ചു പിള്ളേരെ പഠിപ്പിക്കുകയില്ലെന്നും പറഞ്ഞ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇച്ചിരി പ്രയാസങ്ങൾ ഉണ്ടായി. എന്നാൽ ആ സമയത്തും ഈ ദേശം വിട്ടുപോയി നമ്മൾ വേറൊരു ദേശത്തേക്ക് പോവുക എന്നുള്ള ആ ഒരു പ്രയാസങ്ങൾ സമയങ്ങൾ ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ അരികെ വിടാൻ പറഞ്ഞപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞു, എൻ്റെ വീട്ടിൽ വിട്ടാൽ ഒരു കുഴപ്പവുമില്ല, എനിക്കറിയാം, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കള് വളരത്തില്ല, അതുകൊണ്ട് വിടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഗ്രേസ് ആശ്രമം എന്ന പേരിലാണ് നമ്മുടെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഈ ഭൂട്ടാൻ ബോർഡറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ദീർഘവർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ സ്ഥാപനം നന്നായിട്ട് നടന്നു വരുന്നു. അപ്പോൾ ഈ ആതുര സേവന രംഗത്ത് കാൽവയ്ക്കാനുണ്ടായ ആ പ്രധാന കാരണം എന്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മറ്റുള്ളവരെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ ആരോരുമില്ലാതിരുന്ന ആളുകളെയൊക്കെ എടുത്ത് ഒരു പ്രവർത്തനം തുടങ്ങാനുണ്ടായ ആ പ്രത്യേക സാഹചര്യം എന്തായിരുന്നു? ആ തുടക്കത്തിന്റെ കാരണം എന്തായിരുന്നു? ഞാനിവിടെ വന്ന കാലം മുതൽ ഇവിടുത്തെ പല പിള്ളേരും തുണിയില്ലാതെ മൂക്കളെ ഒലിച്ചു ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ചിലതിനെയൊക്കെ വിളിച്ചിങ്ങനെ അവരെ കുളിപ്പിച്ച് ചോറൊക്കെ വീട്ടിലിരിക്കുന്നത് വിളമ്പി അവർക്ക് വയറ് നിറച്ച് കൊടുത്തേച്ച് പിള്ളേരുടെ തുണിയൊക്കെ അവരെ ഉടുപ്പിച്ച് ഒക്കെ അവരുടെ വീട്ടിൽ വിടുമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഓരോരുത്തരുടെ കഷ്ടതകൾ കാണാൻ ബസ്തിയിൽ ഇറങ്ങി ഇങ്ങനെ ഭവനം തോറും പോകുമ്പം ഓരോരുത്തരിങ്ങനെ കാവും നിറഞ്ഞ നീരും വൃണമോ ഇങ്ങനെ ഒഴുകിയും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പം അവരെ കണ്ടേച്ചെനിക്ക് തിരിച്ചു പോരാൻ മേല. അവർക്ക് വേണ്ടിയിട്ട് എന്തേലും ഒന്ന് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതെൻ്റെ മനസ്സിൽ ഒട്ടനുണ്ടാകും. ആ സമയത്ത് എനിക്ക് അഥവാ ഞാൻ ചെയ്യാതെ പോന്നാൽ വീട്ടിൽ വന്നു കഴിയുമ്പം കാനായും എനിക്ക് കഴിക്കത്തില്ല. എനിക്ക് വലിയ പ്രയാസമാണ്. അവരിന്ന് മരിച്ചു പോയതിൽ എന്നാ ചെയ്യും? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിയും അത് ചെയ്യാം. അന്ന് ഞങ്ങൾക്ക് പൈസയൊന്നും അധികമില്ല. ഉള്ള പൈസ ടാക്സിക്കൊക്കെ കൊടുത്താൽ എങ്ങനെയാണ് ഇങ്ങനൊക്കെ ചിന്തിക്കുമെങ്കിലും പിന്നെ ആ കാശെടുത്തുകൊണ്ട് പോയി ആ മനുഷ്യരെ എടുത്ത് വണ്ടിയിലിട്ട് അന്ന് ഭൂട്ടാൻ ഹോസ്പിറ്റലുകാരെ സഹായിക്കുമായിരുന്നു. ഈ വണ്ടിയെ കൊണ്ട് അവിടെ ചെന്ന് അവരോട് പറയുമ്പോൾ അവർ ചെയ്തു തരുമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ്. ചില ആൾക്കാർ 2 ആഴ്ചയൊക്കെ കിടക്കണം, എങ്കിലേ ആ ഗാവൊക്കെ കീറി ഒക്കെ കുറവ് വരികയുള്ളൂ. അങ്ങനെയൊക്കെ ഈ ഇവിടെ ഞാൻ പല വീടുകൾ തോറും പോയി ചെയ്യുകയും എടുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കതുകൊണ്ട് ഇങ്ങനെ ദുഃഖിതരും കഷ്ടതയുള്ളവരുമായി കാണുന്നവരെ കാണുമ്പം നമുക്ക് വലിയ സങ്കടമായിരുന്നു. ഈ മാതാവുള്ള പിള്ളേരാ, മാതാവുള്ള അപ്പനമ്മമാരാ ഈ വേട്ടാമാരുള്ള മാതാപിതാക്കളായി കിടക്കുന്നത്. പക്ഷെ ആ മാതാപിതാക്കളെ കുറിച്ച് അവർക്ക് ആർക്കും ഒരിതുമില്ലാതെ അവരെ വഴിത്തിണ്ണയിലും ഒക്കെ എടുത്തിടും. ഇതൊക്കെ കാണുമ്പം എനിക്ക് വലിയ വിഷമമായിരുന്നു. ഞാൻ കർത്താവിനോട് എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ കർത്താവ് ഇവർക്കൊക്കെ നല്ല മനസ്സും നല്ല ഹൃദയവും കൊടുത്ത് അവരവരുടെ അപ്പനമ്മമാരെ നോക്കാനുള്ള ആ നന്മനസ്സ് കൊടുക്കണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ എന്നോട് ദൈവം സംസാരിച്ചതാ ഈ ആശ്രമം തുടങ്ങാനായിട്ട്. 86 ഇവിടെ ആരംഭത്തില് പ്രായമുള്ള ആളുകളെ ആയിരുന്നു ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്നത്. അത് മാക്സിമം എത്ര പേര് ഇവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു? 20 പേരുണ്ട്. ഈ 20 പേരും ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ വഴിയിൽ കൊണ്ട് കളഞ്ഞവര്, വഴിയറമ്പിൽ നിന്നും കടത്തിണ്ണകളിൽ നിന്നുമൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവര്, സംസാരശേഷിയില്ലാത്തവര്, അങ്ങനെയുള്ളതായ 20 പേരെ ഈ സ്ഥാപനത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവരെ പോറ്റി. ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ കാലഘട്ടത്തിലൊന്നും സാമ്പത്തികമായിട്ട് ഒരു വരുമാനവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ ദമ്പതികൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് ഗ്രേസി മമ്മി ആ കാര്യത്തിൽ പ്രത്യേകിച്ച് വളരെ കഷ്ടപ്പെട്ടത്. ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ അമ്മാമ്മയുടെ പേരാണ്. അമ്മാമ്മയുടെ പേര് തന്നെ ഗ്രേസ്, കരുണ, കൃപ. ആ പേരിൽ തന്നെ, ആ പേരിന്റെ യാഥാർത്ഥ്യം, ഗ്രേസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ് ഇതെന്ന് ഓർക്കുമ്പോൾ വളരെ അഭിമാനിക്കുവാൻ വകയുണ്ട്. അതിനുശേഷമാണ്
ഇവിടെ കുഞ്ഞുങ്ങളെ അവര് ഉള്ളപ്പോൾ തന്നെ ഈ പ്രായമുള്ളവർ ഉള്ളപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ എടുക്കുവാനും തുടങ്ങി. കുഞ്ഞുങ്ങളെ, അനാഥരായ കുഞ്ഞുങ്ങൾ, വഴിയിറമ്പിൽ കിടന്ന കുഞ്ഞുങ്ങൾ, അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ഒക്കെ വളർത്തി ഇവിടെ കൊണ്ടുവരികയും, അങ്ങനെ ആദ്യം കിട്ടിയ കുഞ്ഞിനെ പറ്റി ഒരു വാക്ക് പറയാമോ മമ്മി? ആ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞാല്, ഇതുങ്ങളിങ്ങനെ വഴിയിൽ ഇങ്ങനെ കാണുന്നതൊക്കെ പിറക്കി തിന്നുകൊണ്ട് നടന്നതാ. ഈ ചന്തസ്ഥലങ്ങളിലും ഒക്കെ എറിഞ്ഞു കളയുന്ന സാധനങ്ങൾ ഈ പിറക്കി തിന്നുകൊണ്ട് നടന്ന കുഞ്ഞുങ്ങളെ ആണ് ആദ്യം കൊണ്ടുവരുന്നത്. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അന്ന് തൊട്ട് ആഹാരങ്ങൾ കൊടുക്കുകയും അവരെ വളർത്തുകയും ചെയ്യാൻ തുടങ്ങിയപ്പം എന്നെ ഇവിടുത്തെ ഈ മറുവാടി ലോകാണ്. ആ കാലത്ത് ഈ കുഞ്ഞുങ്ങളെ ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവരാണ് ഭക്ഷണവും കൊണ്ടുവരുന്നത്. അവരെ ചിലപ്പോൾ ഉച്ച സമയത്ത് നമുക്ക് ഭക്ഷണം ഇല്ലായിരിക്കും, പക്ഷെ 12:30 ആകുമ്പോൾ വണ്ടി നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി അതുമായിട്ട് വരും. ഈ കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുക്കുവാനും അത് അവർ തന്നെ വിളമ്പി കൊടുക്കും. ആ കുഞ്ഞുങ്ങൾ ഭക്ഷിച്ച് കഴിയുമ്പം ബാക്കി വരുന്നത് വൈകിട്ട് കൊടുക്കാനെന്നും പറഞ്ഞ് തന്നയിച്ചു പോകും. പിന്നെ വരുമ്പോൾ അവർ അരി സാധനങ്ങളും കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് തന്നയിച്ചു പോകും. മമ്മ ഇപ്പോൾ നിലവിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ട്? കുഞ്ഞുങ്ങളായിട്ട് എല്ലാവരും കൂടെ, മക്കളുമാരെല്ലാവരും കൂടെ 40 പേരുണ്ട്. 40 കുഞ്ഞുങ്ങൾ ഇന്നിവിടെ പാർക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ മമ്മി പറഞ്ഞതുപോലെ നാട്ടുകാർ സഹായിച്ച്, നാട്ടുകാർ ആഹാരം കൊണ്ട് കൊടുത്ത്, നാട്ടുകാർ വസ്ത്രം കൊണ്ട് കൊടുത്ത്, അത് കൊണ്ടു കൊടുക്കുന്നവർ ഏതെങ്കിലും ക്രിസ്ത്യാനികളല്ല, മാർവാടികളായിട്ടുള്ള ആളുകൾ, മറ്റ് ജാതികളും നേപ്പാളികള്, ബംഗാളികള് എല്ലാം എല്ലാവരും ഇങ്ങനെ ഇവിടെ കൊണ്ടുവരുമ്പോ, പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉള്ള സമയങ്ങളിൽ, ആനിവേഴ്സറി ഉള്ള സമയങ്ങളിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നാട്ടുകാര് ഈ 40 കുഞ്ഞുങ്ങളെയും സഹായിക്കുവാൻ വേണ്ടിയുടെ ഈ കുഞ്ഞുങ്ങളെ, ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് എനിക്ക് പറയുവാൻ സന്തോഷമുള്ളത്, ആരോരുമില്ലാതെ അല്ലെങ്കിൽ 100% ഓർഫൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ, മമ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ 3 മക്കളുണ്ട്. ബ്ലസ്സി, ബോബി, ബിന്നി, ഇവര് 3 പേരും പപ്പയുടെയും മമ്മിയുടെയും മക്കളാണ്. എന്നാൽ ഈ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ സ്കൂളിൽ ചേർക്കുമ്പോൾ അവർക്ക് മാതാപിതാക്കളില്ല. സ്കൂളിൽ ചേർക്കുമ്പോൾ അവർക്ക് ലാസ്റ്റ് നെയിം ഇടുന്നത് പപ്പയുടെ പേരാണ്, മാത്യൂസ് ആണ്. അപ്പോഴ് ബിന്നി മാത്യൂസും ബ്ലസ്സി മാത്യൂസും ബോബി മാത്യൂസും കൂടാതെ ധാരാളം മാത്യൂസുകള് ഈ ഓർഫനേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു പോയിട്ടുള്ളവരാണ്. അനേകം കുഞ്ഞുങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായ കുഞ്ഞുങ്ങളുണ്ട്, നേഴ്സസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ MBA പാസ്സായ കുഞ്ഞുങ്ങളുണ്ട്. ഇവരെയൊക്കെ ഇവിടുത്തെ സ്വന്തം കുഞ്ഞുങ്ങളെ, സ്വന്തം പപ്പായും അവരുടെ പപ്പായും മമ്മിയുമാണ് ഇവര് 2 പേരും എന്ന് പറയുന്നതിൽ വളരെ അഭിമാനിക്കാനുണ്ട്. ഇപ്പോഴും 40 കുഞ്ഞുങ്ങൾ ഇവിടെ ആ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെല്ലാം, ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളുടെയും ലാസ്റ്റ് നെയിം ഞാൻ പറഞ്ഞതുപോലെ മാത്യൂസ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. സ്കൂളിൽ ചേർക്കുമ്പോൾ ആ ലാസ്റ്റ് നെയിമിലാണ് ചേർക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ സ്ഥാപനം നടത്തി വരുമ്പോൾ ദൈവം ഓരോ ദിവസങ്ങൾ കഴിയും തോറും ദൈവം വിശ്വസ്തൻ എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അഭിവൃദ്ധി ദൈവം നൽകുകയും ദൈവം വഴികൾ തുറന്ന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഈ സ്ഥാപനം നിലനിൽക്കുന്ന ഈ വസ്തു അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി, ഈ വസ്തു വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഉണ്ടായ ആ സാഹചര്യം പെട്ടെന്ന് 1-2 വാക്കുകളിൽ പറഞ്ഞ്, പപ്പ പറഞ്ഞാലും മതി അല്ലെങ്കിൽ മമ്മി പറഞ്ഞാലും മതി, പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് അത് ഒരു പ്രചോദനമായിരിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവം എന്നോട് അനാഥരെ എടുത്ത് വളർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പണമില്ല, എനിക്ക് വീടില്ല, എനിക്ക് സ്ഥലമില്ല, ഞാൻ അനാഥരെ എടുത്ത് എങ്ങനെ വളർത്തും? അതുകൊണ്ട് ഇപ്പം എന്നും 11 മണിയാകുമ്പോൾ 12 മണി വരെ കർത്താവ് എന്നോട് സംസാരിക്കും. 7 ദിവസം വരെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ ചെയ്യാമെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ
കർത്താവിനോട് പലതും പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടോളം സാധനം വേണ്ടതുപോലെ കൊടുക്കാൻ എൻ്റെ കൈവശമില്ല. ഞാൻ മറ്റുള്ളവർക്ക് എന്നതാ കൊടുക്കുന്നത്. അപ്പോൾ ഒക്കെ കർത്താവ് 7-ാമത്തെ ദിവസം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ശരി, അങ്ങനെയാണ്, ഞാൻ തന്നെ ചെയ്യണമെങ്കിൽ എനിക്ക് സ്ഥലം വേണം. ഞാൻ ആരോടും സ്ഥലം ചോദിക്കാൻ പോവുകയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാനായിട്ട്. അങ്ങനെ കർത്താവിനോട് വാദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനമാണ് ഐശയ 60-1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യത്തെ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അന്യജാതികളുടെ സമ്പത്തുകൾ നിനക്ക് കടന്നു വരും. അതിനകത്ത് ഉള്ള ഒരു വചനമാണ്. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ വിശ്വാസി തന്നെയാണ്, അയാൾക്ക് കുടുംബമൊന്നുമില്ല, അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അയാൾ രാവിലെ സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നു. രാജു സുബേക്കായേ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒരു ബാത്ത് പറയാനായിട്ട് വന്നതാണ്. ശരി, ഇച്ചിരി കഴിയുമ്പോൾ വരാൻ ബാത്ത് കേൾക്കാനായിട്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അയക്കും കൊണ്ട് കൊടുത്ത് ഞങ്ങൾ കഴിക്കാനിരുന്നു. അന്നേരം പറഞ്ഞു, എന്നാൽ പറ ബാത്ത്. അപ്പം അയാൾ പറഞ്ഞു, അയാൾക്കൊരു കുറേ സ്ഥലമുണ്ട്, ആ സ്ഥലം അയാൾ വിൽക്കാൻ നോക്കിയിട്ട്, അയാൾ വിറ്റാൽ ആരും പൈസ കൊടുക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ വിറ്റേച്ച് ആ പൈസ കുറച്ച് അയക്ക് കൊടുക്കണം, കുറച്ച് ഞങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞു, നമ്മളത് ചെയ്യുന്നവരല്ല. അങ്ങനെ പറഞ്ഞിരുന്നപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ശരി, ഇത്രയും നാൾ വിറ്റില്ലല്ലോ, 1 വർഷം കൂടെ വിൽക്കണ്ട. 1 വർഷത്തിനിടയിൽ കർത്താവിനോട് സംസാരിച്ചതാണേൽ കർത്താവ് എനിക്ക് പൈസ തരും, അന്നേരം ഞാൻ പൈസ തന്നെടുത്തോളാന്ന് പറഞ്ഞു. അയാൾ ഒത്തിരി പറഞ്ഞു, ഈ പൈസ എനിക്കിപ്പം വേണ്ട, എനിക്ക് 10 വർഷം കഴിഞ്ഞ് പൈസ തന്നാൽ മതി, നീ ഇതങ്ങ് എടുത്തു. ഞാൻ പറഞ്ഞു, അതെടുക്കുകയില്ല. എന്നാണെന്ന് ചോദിച്ചാൽ, ഞാൻ അതിലേ അങ്ങോട്ട് പോകുമ്പോൾ കടത്തിണ്ണയിലിരുന്ന ആൾക്കാർ പറയും, ഓ അവള് ഗരീബിൻ്റെ അത് ലൂട്ടിയേച്ച് നടക്കുകയെന്ന്. ഇതൊന്നും കേൾക്കാനായിട്ട് ദേശം വിട്ട് ഞാൻ വന്നതല്ല, ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അന്നത്തെ ദിവസം പുള്ളി വീട്ടിലും പോയി. ഞാൻ എന്നും ആ സമയത്ത് ഒരു മാർവാടിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. അവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇങ്ങനെ രാത്രിയാകുമ്പം ഈ ആഗ് കത്തിച്ചുകൊണ്ട് അവരുടെ കോർട്ടിയാടിലിടും, വിറക് കഷ്ണങ്ങൾ ഇങ്ങനെ കൊണ്ട് കോർട്ടിയാടിലിടും. അവരുടെ വീട്ടിൽ എന്നും ദീനമാണ്, അവർക്ക് അശാന്തിയാണ്, അവരുടെ വീട്ടിൽ സ്വസ്ഥതയില്ല. അപ്പോൾ അവിടെ ഒരു സ്ത്രീ എന്നോട് ഇതെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്നും അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. 13 വർഷമായി അപ്പോൾ ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാൻ തുടങ്ങിയിട്ട്. അന്ന് ഞാൻ അവിടെ ചെന്നപ്പം ഈ പെണ്ണുങ്ങളെല്ലാം കൂടി പറഞ്ഞു, അയ്യോ, ഇന്നും മാഡത്തിൻ്റെ ഹൃദയത്തിന് ഭയങ്കര വിഷമമാണ്, എന്നതാ സംഭവിച്ചതെന്ന് ഇപ്പം ഞങ്ങളോട് പറയണം. ഞാൻ പറഞ്ഞു, എന്നാ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, മറയ്ക്കാൻ നോക്കരുത്, തുറന്നു പറയാൻ പറഞ്ഞു. ഇവരിങ്ങനെ നിർബന്ധം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടാക്കാനായിട്ട് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. ആ സ്ഥലത്തിന് കാശ് ആര് കൊടുക്കുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ തോന്നി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കൊണ്ട് ഒരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവരെല്ലാവരും കൂടെ പിന്നെയും ചിരിച്ചപ്പോഴും എനിക്ക് വിഷമം തോന്നി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇനി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പോയി മുറി അടച്ചിട്ട് കൈയോട് കൈ കോർത്ത് പിടിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് 2000 രൂപ എടുത്തു തരുന്നത്. നാളെ തന്നെ പോയി ഇത് ബയന കൊടുത്ത് ആ സ്ഥലം അങ്ങ് എഴുതി വെക്കണം, ബാക്കി പൈസ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അവരാണ് ഈ സ്ഥലത്തിന് പൈസ തന്നത്. ഈ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്കൂള് ചില വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കുവാനിടയായി.
ആ സ്കൂള് ഗ്രേസ് മിഷൻ സ്കൂൾ എന്ന പേരിലാണ് നടക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ പ്രൈമറി ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. CBS സിലബസ് ആണ് അവിടെ ചെയ്യുന്നത്. പ്രിയ പപ്പയുടെയും മമ്മിയുടെയും ഇളയ മകൻ ബിന്നിയും കുടുംബവുമാണ് അതിന് ചുമതല വഹിക്കുന്നത്. പപ്പ ആണ് അതിന് ആരംഭക്കാരൻ, തുടക്കക്കാരൻ. അങ്ങനെ ആ സ്കൂള് തുടങ്ങാനുണ്ടായ ആ മുഖാന്തരം പപ്പയ്ക്ക് ചില വാക്കുകളിൽ, 1-2 വാക്കുകളിൽ അത് പപ്പ ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. സ്കൂള് തുടങ്ങാനുണ്ടായ കാരണം ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഒരു മരച്ചുവട്ടിൽ ആരംഭിച്ച ഒരു ക്ലാസ് ആണ്, ഒരു ട്യൂഷൻ ക്ലാസ് ആണ് ഇന്നൊരു സ്കൂളായിട്ട് വളർന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് പപ്പ 1-2 വാചകങ്ങളിൽ പറയും. മരത്തിൻ്റെ ചുവട്ടിൽ ആദ്യമായിട്ട് ചില കുട്ടികളെ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ചുറ്റുപാടുള്ള ആൾക്കാർ വന്നു പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കാം, എനിക്കത് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അടുത്തുള്ള ആൾക്കാരുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു. ആ കുട്ടികളെയും അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം അവിടെ ആ മരത്തിൻ്റെ കീഴിൽ തുടർന്ന് പഠിപ്പിക്കാൻ പ്രയാസമായി വന്നു. ആയതിനാൽ അവിടെ ഒരു സ്കൂള് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ അടുത്ത സ്ഥലത്ത്, അതായത് ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അതിൻ്റെ ഓണറ് അയാളുടെ സ്ഥലം തന്നെ ആയിരുന്നു. ആ സ്ഥലത്ത് സ്കൂള് പണിയുന്നതിന് ആരംഭിച്ചു. അങ്ങനെ സ്കൂള് പണിതു. അങ്ങനെ സ്കൂള് പണിത് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. ആ സ്കൂള് ആ വസ്തു വാങ്ങിക്കാൻ പണത്തിന് സഹായിച്ചത് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നത്? വസ്തു വാങ്ങിക്കാനുള്ള സംരംഭം ഇവിടെ പ്രയാസമായി തുടങ്ങിയപ്പം വസ്തു മേടിച്ചേ ഒക്കുള്ളൂ. അപ്പം വെറുതെ വേണ്ട, പണം തന്നേക്കാം, അയാളുടെ തന്നെ സ്ഥലമാണത്, ആ സ്ഥലം അളന്ന് തന്നാൽ മതി, രൂപ തന്ന് മേടിച്ചോളാം, എത്ര രൂപയ്ക്ക് തരുമെന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂടിയിരുന്ന് അയാള് 55,000 രൂപ അന്ന 1 ബീഘ സ്ഥലത്തിന് വേണമെന്ന് പറഞ്ഞു. അത് ശരി, തന്നേക്കാമെന്ന് പറഞ്ഞു. അത് ബോബനോട് ഞാൻ പറഞ്ഞു, അന്ന് ബോബി ജോലി ചെയ്യുക. ബോബനോട് ഞാൻ പറഞ്ഞു, ബോബ എനിക്കൊരു 30,000 രൂപ അയച്ചു തരണം. 20,000 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ 55,000 രൂപ ഞങ്ങളുടെ കയ്യിലെ കാശും ബോബന്റെ കയ്യിലെ കാശും കൂടി ഇട്ട് മേടിച്ച അങ്ങനെ ബാത്റൂം പണിയാനാ ഈ ഒരു പൈസ തന്നെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ തുച്ഛമായ നിലയിൽ തുടങ്ങിയ ആ സ്ഥാപനം ഏകദേശം ഇന്ന് 300-ലധികം കുട്ടികളുമായിട്ട് ഈ സമീപ പ്രദേശത്തെ ഏറ്റവും മികച്ച ഒരു സ്കൂളായിട്ട് പോകുന്നുണ്ട്. പാസ്റ്റർ ബിനി മാത്യൂസും കുടുംബവും വൈഫ് ബ്ലസ്സിയും ആണ് ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇനി പപ്പയോടും മമ്മിയോടും എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നോർത്ത് ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും 10, 30, 50 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ പട്ടണങ്ങളിലും സുവിശേഷ ദൗത്യവുമായിട്ട് വന്ന നിരവധി പാസ്റ്റർമാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് നിരവധി പാസ്റ്റർമാരെ അറിയാം. പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ മക്കളൊക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസം പ്രാപിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർ എല്ലാവരും ഒരു 90% തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ പപ്പയുടെയും മമ്മിയുടെയും മക്കളിൽ 3 പേര് വളരെ ഉന്നത വിദ്യാഭ്യാസം, ഇവിടെ ഓർപ്പിച്ചതുപോലെ ആൺമക്കളിൽ മൂത്താള് പാസ്റ്റർ ബോബി മാത്യൂസ്, അദ്ദേഹം MBA കാരനായിരുന്നു, അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നു. ബിന്നി, അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ സെറാംബർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ, അതായത് ഡീമൻ
ഡോക്ടറൽ പ്രോഗ്രാം ഫിനിഷ് ചെയ്തു. മകളും അതുപോലെ ഉന്നത വിദ്യാഭ്യാസമുണ്ട്. 3 പേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നാൽ ഇവരാരും ജോലി തേടി പോകാതെ, ജോലി അന്വേഷിച്ചു പോകാതെ മാതാപിതാക്കളുടെ പാത പിന്തുടരുവാൻ അവർ മനസ്സുവെച്ചു. അങ്ങനെ ഞാൻ ഓർപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ പലരുടെയും മക്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവർ സുഖമായി ജീവിക്കുന്നു, അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു. എന്നാൽ പപ്പയുടെയും മമ്മിയുടെയും മക്കൾ 3 പേരും ഇന്നും നിങ്ങളോടൊപ്പം പാർത്തുകൊണ്ട് ഇവിടെയുള്ള പ്രേക്ഷിത വേലയിൽ വളരെ ശക്തമായിട്ട്, എസ്പെഷ്യലി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഭൂട്ടാൻ റീജിയന് ശക്തമായിട്ട് ഇവിടെ നേതൃത്വം കൊടുക്കത്തക്കവണ്ണം ഈ മക്കള് 3 പേരും പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും എന്നുള്ള അർത്ഥത്തിലല്ല, മറ്റുള്ളവരുടെ മക്കളെ പോലെ പോകാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു കുറ്റബോധമോ ഒരു പ്രയാസമോ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. നോക്കണം, ഞങ്ങളെന്നും ഞങ്ങളുടെ മക്കള് കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് പറയും, എല്ലാരും ദൈവവേലയിലായിരിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ വേല. അതിൽ കൂടി ഒരു വേലയില്ല എന്ന് പറയും. മക്കള് ചെറുപ്പകാലത്ത് പറയുമായിരുന്നു, പപ്പയും മമ്മിയും കഷ്ടത അനുഭവിക്കുന്ന കഷ്ടത ഞങ്ങൾ എന്നാ ഈ കഷ്ടതയാണോ അനുഭവിക്കേണ്ടത്? ഞങ്ങൾ ജോലി ചെയ്ത് രൂപ കൊണ്ടുവന്ന് ആവശ്യം പോലെ തരാം. എൻ്റെ മക്കളോട് ഞാൻ പറയുമായിരുന്നു, മോനെ 1,00,000 രൂപ തന്നാലും 5 ലക്ഷം തന്നാലും മമ്മിക്ക് കുശി ഉണ്ടാകുകയില്ല. നിങ്ങൾ പുൽപ്പിറ്റേ കയറി നിന്ന് ഒരു വചനം പറയുമ്പം നിങ്ങൾ എനിക്ക് ലക്ഷങ്ങൾ തന്ന സന്തോഷമാണ് എൻ്റെ ഹൃദയത്തിനുണ്ടാകുന്നത്. അത് മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് എപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറയുമായിരുന്നു. അവരിപ്പം പറയും, ഈ പപ്പായും മമ്മിയും ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നതാണ്. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആ കുഞ്ഞുങ്ങളെ 3 പേരെയും കുടുംബമായി അവരുടെ സ്പൗസസിനെയും, മൂത്ത മകളുടെ ഭർത്താവ് അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡായ ഒരു ദൈവദാസനാണ്. ഈ 2 ആൺമക്കളുടെയും ഭാര്യമാര്, മൂത്ത മകൻ പാസ്റ്റർ ബോബിയുടെ ഭാര്യ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ മകളാണ്. വളരെ ഡെഡിക്കേറ്റഡായ ഒരു യങ് ലേഡിയാണ്, സഹോദരിയാണ്. അതുപോലെ പാസ്റ്റർ ബിന്നിയുടെ വൈഫ് ബ്ലസ്സിയുടെ മാതാപിതാക്കൾ ദീർഘവർഷങ്ങൾ നേപ്പാളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു യൗവനക്കാരത്തിയാണ്. ഇവരൊക്കെ സമർപ്പണ ബോധത്തോടുകൂടെ ഈ ദേശത്ത് നിന്ന് മാതാപിതാക്കളുടെ ആ ഹൃദയത്തിലെ ആഗ്രഹം സഫലീകൃതമാക്കുവാൻ അവർ എടുത്തിരിക്കുന്ന ആ തീരുമാനവും ആ സമർപ്പണവും അവരെ സല്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹം, നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ അവസാനിപ്പിക്കണമെന്നാണോ, അതോ മടങ്ങി ജനിച്ച ദേശത്ത് പോയി ജീവിതം അവിടെ തീരണമെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. ഈ ദേശത്ത് തന്നെ ഞങ്ങൾ മരിച്ച് അടക്കപ്പെടണമെന്നുള്ളതാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾക്കറിയാം. അദ്ദേഹം മരിച്ചപ്പോൾ, അദ്ദേഹം സുവിശേഷ പ്രവർത്തനം ചെയ്ത ആഫ്രിക്കയിൽ, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവിടെ അടക്കാൻ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, ഒരുപക്ഷെ എൻ്റെ ഡെഡ് ബോഡി തിരിച്ച് എൻ്റെ സ്വദേശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും എൻ്റെ ഹൃദയം നിങ്ങൾ അത് കീറിയെടുത്ത് എൻ്റെ ഹൃദയമെങ്കിലും ഈ ദേശത്തെ ഈ മണ്ണിലടക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവനും ആ രാജ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ വാത്സല്യ കുടുംബം ഈ മണ്ണിനു വേണ്ടി, ഭൂട്ടാനും വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്ത് ജില്ലകൾക്കും വേണ്ടി വളരെ പ്രയത്നിച്ചവരുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുവാനാണ് അവരാഗ്രഹിക്കുന്നത്. ഞാൻ 1-2 വാക്കുകളൂടെ പറഞ്ഞ് നമ്മുടെ ഈ മുഖാമുഖ പരിപാടി ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ഓർപ്പിച്ചതുപോലെ, ഒരു 16 വർഷം മുൻപാണ് ഞാൻ ഈ ദേശത്ത് ഈ കുടുംബവുമായി ബന്ധപ്പെടുവാനിടയായത്. പാസ്റ്റർ ജേക്കബ് ജോൺ ആണ് എന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെടുത്തിയത്. അന്ന് ഇവിടെ കടന്നു വന്ന് ഈ വെസ്റ്റ് ബംഗാളും ഭൂട്ടാനും ഒക്കെ സന്ദർശിച്ച് സുവിശേഷീകരണത്തിൻ്റെ അത്യാവശ്യകത മനസ്സിലാക്കി 2010 മുതൽ ഇവിടെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചുമതലയിൽ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനിടയായി. അന്ന് പ്രിയ പപ്പായും മമ്മിയും ഒക്കെ ആരംഭിച്ച ചില സഭകൾ, വെല്ലിലെണ്ണാവുന്ന ചില 4-5 സഭകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സഭകളാണ്
ഇന്ന് IPC ഭൂട്ടാൻ റീജിയന്റെ അടിസ്ഥാന കല്ലുകളായിട്ട് ഇവർ അല്ലെങ്കിൽ ഇവർ ആരംഭിച്ചെടുത്ത ആ സഭകളുടെ മേൽ പണിയുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയും കഴിഞ്ഞ 15-ലധികം വർഷമായിട്ട് ഇവിടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഏകദേശം 115-115ഓളം സഭകൾ ഈ വെസ്റ്റ് ബംഗാളിലും ഭൂട്ടാനകത്തുമായിട്ട് ആരംഭിക്കുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. അപ്പോൾ തന്നെ 2018 പ്രിയ പപ്പയുടെയും മമ്മിയുടെയും ഈ ദേശത്ത് വന്ന പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ 50-ാം വാർഷികം 2018 അന്നത്തെ ആ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായി എന്നെയാണ് അവർ നിയോഗിച്ചത്. അത് ഇന്നും ഒരു വലിയ ഭാഗ്യമായിട്ടും ഒരു വലിയ അംഗീകാരമായിട്ടും ഞാൻ കരുതുന്നു. അന്ന് എന്നെ ഞാനിവിടെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചകൾ എൻ്റെ കണ്ണ് ഈറനണിയുവാനിടയായി. കഴിഞ്ഞ 50 വർഷം ഈ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഈ കുടുംബത്തെ മലയാളി സമൂഹത്തിന് അറിയത്തില്ലല്ലോ എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വരികയും ഇവരെ പറ്റിയുള്ള ഒരു ചരിത്രം ഒരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വരികയും അങ്ങനെ ആ ആഗ്രഹം ഞാൻ അവരോട് തന്നെ മാതാപിതാക്കളോടും മക്കളോടും ഷെയർ ചെയ്തു. അതനുസരിച്ച് പിറ്റേ വർഷം കേരളത്തിൽ നിന്ന് ജോജി ഐപ്പ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതനെ ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോവുകയും അങ്ങനെ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മനോഹരമായ പുസ്തകം അവരെ പറ്റി എഴുതുവാനിടയായി. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: അതിർത്തിയിലെ ക്രിസ്തുഭടന്മാർ. അതിർത്തിയിലെ ക്രിസ്തുഭടന്മാരാണ് ഇവിടെ എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. ഈ ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ 58 വർഷമായിട്ട് ഒരു അതിർത്തി സൂക്ഷിക്കുന്ന ഭടന്മാരെ പോലെ അധ്വാനിച്ച അവരെ പറ്റിയുള്ള ഒരു മനോഹരമായ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ പുസ്തകം തിരുവല്ല ദീപ്തി പബ്ലിക്കേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ എനിക്കും, ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് ആയിത്തീരുവാൻ എനിക്കും ലഭിച്ച ഒരവസരം, ഒരു പദവിയായി കരുതുകയും ദൈവം ഈ കുടുംബത്തെ പൂർവാധികം ബലപ്പെടുത്തട്ടെ. പ്രിയ പപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായി ക്ലേശിതരായിരുന്നു. ദൈവം സൗഖ്യം കൊടുത്തു, ആരോഗ്യം കൊടുത്ത് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച പ്രിയ പപ്പയോടും ഡോക്ടർ PM മാത്യൂസ് അവരോടും സിസ്റ്റർ ഗ്രേസി മാത്യൂസ് അവരോടുമുള്ള ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.